ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും വയനാട് ദുരന്തത്തിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ ഒരു ഷോക്കിലാണ്. കാരണം ഇനി ഇങ്ങനൊരു ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് എനിക്ക് ഇന്നീ ദിവസത്തിൽ പറയാനുള്ളത്, ഇപ്പോൾ ഒരുപാട് പേര് സെലിബ്രിറ്റീസ് ഒക്കെ സംഭാവന കൊടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. അപ്പം നമ്മളും അതുപോലെ സംഭാവന കൊടുക്കണം. ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റും. സ്ഥലം വാങ്ങിച്ചു കൊടുക്കാം, വീട് വെച്ച് കൊടുക്കാം, വസ്ത്രം വാങ്ങിക്കൊടുക്കാം, ഭക്ഷണം വാങ്ങിക്കൊടുക്കാം. അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുക. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് ദൈവം തരും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രകൃതിനെ മാക്സിമം ദ്രോഹിക്കുന്നുണ്ട്. കാരണം കുന്നും മലകളൊക്കെ ഇടിച്ചു നിരക്കി റിസോർട്ടുകൾ കെട്ടുക, അതേപോലെ ബിൽഡിങ്ങുകൾ പൊങ്ങി വരുന്നുണ്ട്, അതേപോലെ പാടങ്ങളൊക്കെ നികത്തി മണ്ണിട്ട് മൂടി അവിടെ വീടുകൾ വരിക. അപ്പം നമ്മൾ പ്രകൃതിനെ മാക്സിമം നമ്മൾ ദ്രോഹിക്കുന്നതോറും പ്രകൃതി അതിന് നമുക്ക് ശിക്ഷകൾ തരും. പ്രകൃതിയുടെ ഭാഗത്തു നിന്ന് ട്രാജഡികൾ നമുക്ക് തരും. അപ്പം മാക്സിമം നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ ഇഷ്ടപ്പെടുക, പ്രകൃതിക്ക് ദോഷമായിട്ട് ഒരു സംഭവം ഇനി മുതൽ ചെയ്യാതിരിക്കുക. അപ്പോൾ പ്രകൃതി നമ്മളെ കൂടെ നിൽക്കും. ഇതുപോലുള്ള സംഭവങ്ങൾ ഇല്ലാതെ നമുക്ക് ശാന്തിയോടും സമാധാനത്തോടും കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ എളിയ മെസ്സേജ് സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നന്ദി, നമസ്കാരം.